നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷമുള്ളത് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണ് ഉമാ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഒന്നാം നിലയിലെ കൈവരിക്ക് മുകളിൽ നിർമ്മിച്ച VIP ഗാലറിയിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണത്. ഗാലറിക്ക് 18 അടിയോളം ഉയരം വരും. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. MLA ഇപ്പോൾ സമീപത്തെ ആശുപത്രിയിലാണുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റിയ ബേബിയും ബിനിലും സ്നേഹമോൾ നയനാനുമാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ആദ്യം റിയയിലേക്ക് പോവുകയാണ്. റിയ സംഭവ സ്ഥലത്തുണ്ട്. റിയ, ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ പരിക്കെന്നുള്ള വാർത്തയായിരുന്നു നമ്മളെ തേടിയെത്തിയെങ്കിൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് MLA ഉള്ളതെന്ന് മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചതിനെ പറ്റി ഇപ്പോൾ ഒരു കൂടുതൽ വ്യക്തത ലഭ്യമാകുന്നുണ്ടോ? അവിടെ നിന്ന് ലഭിക്കാവുന്ന വിവരങ്ങൾ. അക്ഷയ, അല്പസമയം മുമ്പാണ്, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 12,000-ഓളം പേർ പങ്കെടുക്കുന്ന, നടി ദിവ്യ ഉണ്ണി അടക്കം പങ്കെടുക്കുന്ന ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ ഭരതനാട്യ പരിപാടിയാണ്. അതിൽ അതിഥിയായി എത്തിയതാണ് ഉമാ തോമസ് MLA അടക്കമുള്ളവർ. മന്ത്രി സജി ചെറിയാൻ, ഹൈബി ഈഡൻ അടക്കമുള്ളവരുണ്ട്. ഇപ്പോഴും സജി ചെറിയാനും ഹൈബി ഈഡനും വേദിയിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവിച്ചത് ഈ സ്റ്റേജിലൂടെ, ഈ കാണുന്ന ഭാഗത്തൂടെ കയറി അവർ സ്റ്റേജിന്റെ മുകളിലെത്തി. അതിന്റെ ഒരു ഹൈറ്റ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അതായത് 2 ആൾ പൊക്കത്തിൽ ഹൈറ്റ് ഉള്ള ഒരു സ്റ്റേജാണത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2 ആൾ പൊക്കത്തിൽ ഹൈറ്റ് ഉള്ള ഒരു സ്റ്റേജിലേക്ക് മടങ്ങിയെത്താം. അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് വേണം. ബിനിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ബിനിലേക്ക് പോവുകയാണ്. ബിനിൽ, ആശുപത്രിയിൽ നിന്ന് എന്ത് വിവരമാണ് ലഭ്യമാകുന്നത്? അക്ഷയ, ഉമാ തോമസ് MLAയുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഏതാണ്ട് 18 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് MLA മുഖമടിച്ചു വീണിരിക്കുന്നത്. തലയടിച്ച് തന്നെയാണ് താഴേക്ക് വീണത്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്താണ് ഉമാ തോമസ് MLA വന്ന് വീണത്. അതിലൂടെയാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് പ്ലേയേഴ്സിന്റെ എൻട്രി അടക്കമുള്ള ഭാഗം, ആ ഭാഗത്താണ് വന്ന് വീണത്. അതുകൊണ്ട് തന്നെ തലയ്ക്ക് അതീവ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. MLA ഇപ്പോൾ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിദഗ്ധ ചികിത്സ വേണ്ടിവരും എന്നത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. തുടക്കത്തിൽ നമുക്ക് സാരമായ പരിക്കല്ല എന്നതായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മനസ്സിലാകുന്നത് തലയ്ക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത് എന്നതാണ്. ഉമാ തോമസ് MLAക്ക് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ബോധമുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അതിൽ കൂടുതൽ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് MLA മാറ്റിയിട്ടുണ്ട്. തലയ്ക്ക് നല്ല പരിക്കുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് എത്താം. റിയയ്ക്ക് അവിടെ നിന്ന് കുറച്ചുകൂടി പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. റിയ, പറയൂ. ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടി? ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കൊച്ചിയിൽ നിന്നും ഉമാ തോമസ് MLAയുടെ പരിക്ക് അത് അതീവ ഗുരുതരം എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതൊരു മൃദംഗ നൃത്ത പരിപാടിയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 12,000 ഭരതനാട്യ നർത്തകർ പങ്കെടുക്കുന്ന മൃദംഗനാദം നൃത്തസന്ധ്യ അതായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത്. ദിവ്യ ഉണ്ണിയൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിനിടയിലാണ് മുകളിൽ നിന്നും ഉമാ തോമസ് MLA വീണത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെയാണ് അവർ വന്ന് വീഴുന്നത്. അതൊരു കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വന്ന് വീണത്. തലയ്ക്കാണ് പരിക്കേറ്റത്. തല നേരെ ഇടുക്കിയായിരുന്നു. അതൊരു 18 അടിയോളം പൊക്കത്തിൽ ആണ് ഉണ്ടായിരുന്നത്. ആ സ്റ്റേജിൽ നിന്നാണ് താഴേക്ക് ആ കോൺക്രീറ്റ് ഇട്ട ആ ഭാഗത്തേക്ക് ഉമാ തോമസ് MLA വീഴുന്നത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതീവ ഗുരുതരമായ പരിക്കാണ് തലയ്ക്ക് ഏറ്റിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം തന്നെ MLAയെ പരിശോധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വിവരങ്ങളാണ് ബിനിലും റിയയും കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു പരിക്ക് പറ്റി ഉമാ തോമസ് MLAക്ക് കൊച്ചിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് എന്നുള്ളൊരു വാർത്ത മാത്രമാണ് നമ്മളെ തേടിയെത്തിയെങ്കിൽ ഇപ്പോൾ അല്പം പരിക്ക് ഗുരുതരമാണ്, അല്പമല്ല അതീവ ഗുരുതരമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അല്പം ഗൗരവ സ്വഭാവം കൂടുന്നു വാർത്തയ്ക്ക് എന്നുള്ളതാണ്. കലൂർ സ്റ്റേഡിയത്തിൽ അവിടെ ഒരു ഗിന്നസ് റെക്കോർഡൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ഒരു പരിപാടിയായിരുന്നു. സജി ചെറിയാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനാണ് റിയ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം മിണ്ടിയിട്ടില്ല, പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിലേക്കായിരിക്കും തിരിക്കുന്നുണ്ടാവുക. റിയ, എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടുന്ന്?
അക്ഷയ, സജി ചെറിയാനും ഹൈബി ഈഡനും എംപിയും പരിപാടിയിൽ നിന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. രണ്ടുപേരും നമ്മളോട് സംസാരിച്ചിരുന്നു. ഹൈബി ഈഡൻ എംപി പറഞ്ഞത് ആശുപത്രിയിൽ നിന്ന് വിളിച്ചു, തലയ്ക്ക് പരിക്കുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്, അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണെന്ന് ഹൈബി ഈഡൻ എംപി പറഞ്ഞു.